UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കൂടി എത്തിയതോടെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണ ചൂടേറി. TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ നിന്ന് ഷാഫി പറമ്പിൽ പ്രചാരണം തുടങ്ങി. LDF സ്ഥാനാർത്ഥി KK ശൈലജ മണ്ഡലത്തിലെ ഒന്നാം വട്ട പ്രചാരണം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ്. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷമായിരിക്കും ഇന്ന് പ്രചാരണത്തിനിറങ്ങുക. വിശദാംശങ്ങളുമായി വടകരയിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഏറെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. അപ്പോൾ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ട് ഷാഫി പറമ്പിലിന്റെ ഒരു പ്രചാരണ തുടക്കം. KK ശൈലജ ഇപ്പോൾ ഒരു റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. BJP NDA സ്ഥാനാർത്ഥി ഇനി ആ ഒരു പട്ടികയിലേക്ക് എത്താനിരിക്കുന്നു. പ്രചാരണ വിശേഷങ്ങൾ. ക്രിസ്റ്റീന, ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കളമൊരുങ്ങിയിരിക്കുകയാണ് വടകരയിൽ. UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് ഇന്ന് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. ഇന്നലെ വടകരയിലെ സ്വീകരണ പരിപാടിയിൽ വലിയ അണികളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നത് ആവേശകരമായ ഒരു തുടക്കമാണ് എന്ന് തന്നെയാണ് UDF വിലയിരുത്തുന്നത്. പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കം TPയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ്. TPയുടെ വീടിനോട് ചേർന്ന സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ ഈ പ്രചാരണത്തിന്റെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുന്നത്. അത് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നൽകുകയും ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും TPയുടെ കൊലപാതകം പ്രധാന ചർച്ചാ വിഷയമാകും എന്ന് UDF ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഇന്നലെ സ്വീകരണ പരിപാടിയിൽ നേതാക്കളുടെ പ്രതികരണം, പലതരത്തിലുള്ള പ്രതികരണത്തിലും ആ ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കുന്നതും ഈ TPയുടെ വീട്ടിൽ നിന്നാണ്. ഇവിടെ എത്തി രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അല്പസമയത്തിനകം ഷാഫി പറമ്പിൽ മടങ്ങും. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇവിടെ ഉണ്ട്, TPയുടെ വീട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കൂടി കടക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കി എന്നെ വിജയിപ്പിച്ചു. അപ്പം നാളെ അതിന് അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടുത്തെ വടകരയിലെ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചാൽ അതിന് അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പാലക്കാട് നിർത്തുമ്പോൾ പാലക്കാട്ടെ ജനങ്ങളുടെ ഒരു മതേതര ബോധത്തെ CPM ചെറുതായി കാണരുത്. BJP ജയിക്കുമെന്ന് എന്തിനാ CPM ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടെ UDF തന്നെ ജയിക്കുകയുള്ളൂ. ഞങ്ങൾ ഉറപ്പ് എന്നോട് ഇവിടുന്ന് ജയിച്ചു വരാൻ പറഞ്ഞിട്ടാണ് പാലക്കാട്ടെ ജനങ്ങളെ അയച്ചിരിക്കുന്നത്. എന്നാൽ അത് ഞാൻ പറയുന്നു, ഇത് ഇനി എൻ്റെ പ്രവർത്തന മണ്ഡലം ഇതായിരിക്കും, വടകരയായിരിക്കും. പാലക്കാടുമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആവില്ല. അതൊരു ഹൃദയബന്ധമാണ്, അത് അറുത്തു മാറ്റാനും കഴിയില്ല. ഈ ഔദ്യോഗികമായ തുടക്കം TPയുടെ വീട്ടിൽ നിന്ന് തന്നെ അത് ഒരു രാഷ്ട്രീയ സന്ദേശമാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി. ആ രീതിയിലാണ് UDF. അല്ല, കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഞങ്ങളുടെ നിലപാടും ആ രാഷ്ട്രീയം ഞങ്ങൾ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്നത് തന്നെയാണ്. TP ആണെങ്കിലും ഷുഹൈബ് ആണെങ്കിലും ഷുക്കൂർ ആണെങ്കിലും ഇവിടെയുള്ള പ്രിയപ്പെട്ട മൻസൂർ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ മരണപ്പെട്ടു പോയതൊക്കെ നമുക്കറിയാം. ഇപ്പൊ സിദ്ധാർത്ഥിന്റെ മരണം നിങ്ങൾ കണ്ടതാണ്. അതൊക്കെ വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല, ഞങ്ങൾ അതിനു വേണ്ടി നിലകൊള്ളുന്നു. സംഘടന, ഞാൻ പറഞ്ഞു, TP ഒരു സംഘടനത്തിൽ കൊല്ലപ്പെട്ടതല്ല. സ്കെച്ച് ചെയ്ത് സ്ഥലം തീരുമാനിച്ച് ഫോളോ ചെയ്ത് മാർക്ക് ചെയ്ത് കൊന്നതാണ്. ഓർഗനൈസേഷണൽ കില്ലിംഗ് ആണ്. ഒരു സംഘർഷവും സംഘടനവും ഉണ്ടാകുമ്പോൾ കൊല്ലപ്പെടുന്നതല്ല. അപ്പൊ അതിനെതിരെ എക്കാലത്തും നിലപാടുണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ ഇടയിലും ഉണ്ടാവും. ആ രീതിയിൽ തന്നെയാണ് TP കൊലപാതകം തന്നെയായിരിക്കും UDFന്റെ പ്രധാനപ്പെട്ട. ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. തീർച്ചയായിട്ടും TPയുടെ വധം അത് തന്നെയാണ് അവർ മുഖ്യ പ്രചാരണായുധമാക്കുന്നത്. ശൈലജ ടീച്ചർ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. BJPയും വലിയ രീതിയിലുള്ള പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ 11:30 തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷമാണ് BJP സ്ഥാനാർത്ഥി എത്തുക, അല്ലേ? അതെ, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.